ഇന്ത്യൻ ആക്രമണം ഭയന്ന് ഭീകരൻ ഹാഫിസ് സയ്യിദിന് സംരക്ഷണം ഒരുക്കി പാകിസ്ഥാൻ സൈന്യവും ISI ലഷ്കറും സംയുക്തമായാണ് സുരക്ഷാ ചുമതലകൾ നിർവഹിക്കുന്നതെന്നാണ് വിവരം. പാകിസ്ഥാൻ സായുധ സേനയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ വിന്യസിക്കുന്നതിന് ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഹാഫിസ് സയ്യിദിനെ ISI സുരക്ഷിത താവളത്തിലേക്ക് മാറ്റിയത്. ഹാഫിസ് സയ്യിദിന് വീടിന് ചുറ്റും സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ടെന്നും വിവരമുണ്ട്. ലാഹോറിലെ ജനസാന്ദ്രതയുള്ള റെസിഡൻഷ്യൽ ഏരിയയായ മൊഹല്ല ജോഹർ ടൗണിലുള്ള ഹാഫിസ് സയ്യിദിന്റെ വീട് തീവ്രമായ സുരക്ഷാ വലയത്തിലാണ്. പ്രദേശത്ത് സാധാരണക്കാരുടെ പ്രവേശനം അനുവദനീയമല്ല. ഡ്രോണുകൾ നിരോധിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ഇന്ത്യ പാക് അതിർത്തിയിലെ പാക് കൃത്രിമ തുരങ്കപാതകൾ ഉണ്ടോയെന്നും ഇന്ത്യൻ സേന സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. പാക് നിർമ്മിത തുരങ്കപാതകൾ നേരത്തെ BSF കണ്ടെത്തിയിരുന്നു. ഈ പാക് നിർമ്മിത തുരങ്കപാതയിലൂടെയും പാക് ഭീകരർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ BSFും അതിർത്തിയിൽ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. അതേസമയം പഹൽഗാം ആക്രമണം നടത്തിയ ഭീകരർ തെക്കൻ കാശ്മീരിൽ തന്നെയെന്ന് NIA വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ഭീകരർക്ക് ഭക്ഷണമടക്കം പ്രാദേശികമായി സഹായം ലഭിക്കുന്നുണ്ട് എന്നാണ് സൂചന. ഭീകരർ എത്തിയത് കൊഗത്ഗാവ് വനമേഖലയിൽ നിന്നാണെന്നും വിവരമുണ്ട്. ഏപ്രിൽ 15-ന് പഹൽഗാമിലെത്തി ആരു താഴ്വര, മൊദാഖഖ് താഴ്വര അടക്കം 4 ഇടങ്ങളിൽ ഭീകരർ ലക്ഷ്യം വച്ചിരുന്നു. വെടിയുതിർത്തത് 3 ഭീകരർ എന്നാണ് സൂചന. സഹായികൾ പരിസരത്ത് ഒളിഞ്ഞിരുന്നതായും സംശയമുണ്ട്. ഭീകരർ ഉപയോഗിച്ചത് ചൈനീസ് നിർമ്മിത സാറ്റലൈറ്റ് ഫോണുകളാണെന്നും വിവരമുണ്ട്. ചത്രൂത്ത് വനമേഖലയിൽ ഭീകര താവളത്തിൽ നിന്നും ചൈനീസ് നിർമ്മിത സാറ്റലൈറ്റ് ഫോണുകൾ കണ്ടെടുത്തു. അതേസമയം ജമ്മു കാശ്മീരിലെ കുപ്വാര, ബാരാമുള്ള, പൂഞ്ച്, നൌഷേര, അഗ്നൂർ മേഖലയിൽ പാക് സൈന്യം തുടർച്ചയായ 8ാം ദിവസവും വെടിനിർത്തൽ കരാർ ലംഘിച്ചു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.